നമസ്കാരം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എവിടെയാണോ വിളക്ക് തെളിയിക്കുന്നത് ആ സ്ഥലം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം വിളക്ക് വയ്ക്കുക. ഉമ്മറത്താണെങ്കിലും പൂജാമുറിയിലാണെങ്കിലും. ഉമ്മറത്താണെങ്കിൽ തൂത്ത് തളിച്ച് വൃത്തിയാക്കുക. പൂജാമുറിയിലാണെങ്കിലും പഴയ പൂവൊക്കെ എടുത്തു മാറ്റി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വിളക്ക് തെളിയിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് തൂത്ത് തുടയ്ക്കാതിരിക്കുക. പകരം തലേ ദിവസം വൈകിട്ട് അകവും പുറവും തൂത്ത് വൃത്തിയാക്കുക. രാവിലെ വെള്ളം തളിച്ച് ശുദ്ധി വരുത്തിയിട്ട് വിളക്ക് തെളിയിക്കാം. വിളക്കിൽ പഴയ എണ്ണയും തിരിയും കളഞ്ഞ് നന്നായി തുടച്ച് അല്ലെങ്കിൽ കഴുകി ഉപയോഗിക്കാം. വിളക്കിൽ എല്ലാ ദിവസവും പുതിയ എണ്ണയും തിരിയും ഇടണം. തിരി നല്ല വൃത്തിയുള്ളതാവണം. വിളക്ക് തെളിയിക്കുമ്പോൾ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വിളക്ക് തെളിയിക്കണം. മുടി നന്നായി തുടച്ച് വെള്ളമില്ലാതെ ഇരിക്കണം. വെള്ളം ഇറ്റ് നിലത്ത് വീഴാത്ത വിധം മുടി കെട്ടിവെക്കണം. അഴിച്ചിടരുത്. മുടിയിൽ തോർത്ത് അല്ലെങ്കിൽ തുണി ചുറ്റിക്കെട്ടിവെച്ച് വിളക്ക് തെളിയിക്കരുത്. വിളക്കിൽ ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം തിരിയിടണം. തീപ്പെട്ടിയോ സിഗരറ്റ് ലാമ്പോ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നതിനേക്കാൾ നല്ലത് കൈത്തിരിയോ ചിരാതോ ചന്ദനത്തിരിയോ ഉപയോഗിക്കുന്നതാണ്. കൈ ഉപയോഗിച്ച് തിരി നീട്ടി വയ്ക്കുകയോ താഴ്ത്തുകയോ ചെയ്യരുത്. തിരി തോണ്ടിയോ ചന്ദനത്തിരിയോ ഉപയോഗിക്കാം. എള്ളെണ്ണയോ നെയ്യോ ഒഴിച്ച് വിളക്ക് തെളിയിക്കുന്നതാണ് നല്ലത്. വിളക്ക് വെറുതെ നിലത്ത് വയ്ക്കാതെ പീഠത്തിലോ പലകയിലോ തട്ടത്തിലോ വാഴയിലയിലോ വയ്ക്കാം. ഇടതുവശത്തായി കിണ്ടിയിൽ വെള്ളവും വയ്ക്കണം. ഒരു വിളക്ക് മാത്രം തെളിയിക്കുന്നവർ ആണെങ്കിൽ നിലവിളക്ക് ഉപയോഗിക്കുക. വിളക്ക് തെളിക്കുമ്പോൾ വിളക്കിൻ്റെ മുൻവശത്ത് നിന്നും തെളിയിക്കുക. മുൻവശത്ത് പടിഞ്ഞാറേക്കോ വടക്കോട്ടോ തിരിഞ്ഞു നിന്ന് തെളിയിക്കാം. വിളക്ക് വെച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റെങ്കിലും നാമം ചൊല്ലണം. അരമണിക്കൂർ എങ്കിലും വിളക്ക് എരിയണം. വിളക്ക് അണയ്ക്കുമ്പോൾ തിരി എണ്ണയിലേക്ക് താഴ്ത്തിയോ ഒരു പൂവെടുത്ത് അമർത്തിയോ അണയ്ക്കാം. വിളക്ക് അണച്ചു കഴിഞ്ഞ് ഉമ്മറത്താണെങ്കിൽ അതവിടെ നിന്നും എടുത്തു മാറ്റണം. എല്ലാത്തിലും ഉപരി സമയമാണ് പ്രധാനം. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കണം. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണെങ്കിൽ അപ്പോൾ തെളിക്കുക. അത് കഴിഞ്ഞാൽ സൂര്യ ഉദയത്തിനു മുൻപും വൈകിട്ട് സൂര്യ അസ്തമനത്തിനും മുൻപുമായി ഒരു കൃത്യസമയം പാലിച്ച് വിളക്ക് തെളിയിക്കാം. സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ സീമന്തരേഖയിൽ സിന്ദൂരവും നെറ്റിയിൽ പൊട്ടും അണിയണം. ബാക്കിയുള്ളവർ നെറ്റിയിൽ കുങ്കുമമോ ചന്ദനമോ ഭസ്മമോ അണിഞ്ഞതിന് ശേഷമാണ് വിളക്ക് തെളിയിക്കേണ്ടത്. വീഡിയോ പ്രയോജനപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.